ഹലോ, ഇന്ന് ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ഓഫീസ് എടുക്കാനുള്ള പ്ലാനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. എന്നെ ഡെയിലി കൊണ്ടുവന്നാക്കുന്നത് എൻ്റെ അച്ഛനാണ് രാവിലെ. പിന്നെ ഇപ്പം ഞാൻ ഇതുപോലെ വണ്ടിയുടെ ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ ഇതുപോലെ തലയൊക്കെ കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കുന്ന ഒരാളാണ്. പിന്നെ ഞാനൊരു 9:15 ആയപ്പോഴത്തേക്കിനും ഓഫീസിലെത്തും. ദെൻ ഞാൻ എൻ്റെ പ്ലേസൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത്. ഇപ്പോൾ ആക്ച്വലി ആരും വന്ന് തുടങ്ങിയിട്ടില്ല ഈ സെക്ഷനിലിരിക്കുന്നവർ. അപ്പം ഞാൻ അപ്പുറത്തെ സെക്ഷനിലുള്ളവരാണ്. നമ്മുടെ യൂണിഫോമാണ് ആക്ച്വലി. പിന്നെ ഹായൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അവരിങ്ങനെ മാരകമായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇവളുടെ ബർത്ത്ഡേ ആണെന്ന്, അപ്പം നമ്മൾ ചെറുതായിട്ട് സർപ്രൈസൊക്കെ ഇങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞങ്ങൾ മോർണിംഗിൽ കുറച്ച് നേരം ഇതുപോലെ നല്ല പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ വ്ളോഗ് ഞങ്ങൾ MD കാണുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, കണ്ടാൽ കുറച്ച് എന്താണെന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ പ്രീവിയസ് ഡേ പോകുന്ന സമയത്ത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെക്കും, നാളെ വന്നിട്ട് മോർണിംഗ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആരുടെ വീഡിയോസൊക്കെയാണ് എഡിറ്റ് ചെയ്യാനുള്ളത് അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് ബാക്കിയുള്ള എൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യും. വെറുതെ ക്യാമറ കാണൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ. പിന്നെ ഈ ഇരിക്കുന്നത് എന്തിൻ്റെ കുഞ്ഞാണെന്ന് എനിക്കറിയില്ല, കിട്ടിയപ്പോൾ ഞാൻ ആ ക്ലിപ്പ് എടുത്ത് വെച്ച്. ഈ കേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവളുടെ ബർത്ത്ഡേക്ക് നമ്മൾ സർപ്രൈസ് മേടിച്ചതാണ്. ഹായ്, സഞ്ജനയുടെ ബർത്ത്ഡേയാണ്. അപ്പോൾ നമ്മളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു സർപ്രൈസ്, സന്തോഷമില്ല. അതെ, സോറി ഗൈസ്, സഞ്ജനല്ല സജന. ഒരു വ്ളോഗർ ഓഫീസിൽ വരുമ്പോഴത്തേനും എല്ലാവരും മോഡ് വ്ളോഗിങ് പോലെ ആയിട്ടാ. ശരിക്കും പൊന്തിക്കിന് നേരത്തെ അതങ്ങനെ നിലത്ത് വീണ്. ഇതാണ് ഞങ്ങളുടെ QR. അപ്പൊ സർവീസ് ആവശ്യമില്ലെങ്കിലും വെറുതെ എല്ലാവരും കയറി 5 സ്റ്റാറൊക്കെ ഇടാം. ഇതാണ് നമ്മുടെ കേക്ക്. ഈ ക്ലിപ്പൊക്കെ ഞാൻ അവളെ അറിയാതെ എടുത്തതാണ്. ഇത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവളെ ഇടരുത് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇട്ടി, കാരണം എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ നമ്മളത് സർപ്രൈസിങ്ങിൽ വിളിച്ച് ഇങ്ങനെ എല്ലാവരും വരുത്തുകയാണ്. അപ്പോൾ അവളിങ്ങനെ സർപ്രൈസ് ഓൾറെഡി അവൾ കേക്ക് മേടിച്ച് വരുന്നത് കണ്ടു. പിന്നെ അവൾ സർപ്രൈസായിട്ട് അഭിനയിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് മേടിച്ചതല്ല, അപ്പോൾ സർപ്രൈസായിട്ടുള്ളൊരു സാധനം വേണ്ടല്ലോ വെച്ചിട്ട് അവൾ കുറേയൊക്കെ ഇങ്ങനെ നമുക്ക് വേണ്ടി സഹകരിച്ച് തന്നു. ഓഫീസിന്റെ അമ്മ റീമാടാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും കഴിച്ച്. പിന്നെ ആക്ച്വലി ഉണ്ടല്ലോ, എനിക്കിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പറയണം സത്യം പറയാൻ എനിക്കറിയില്ല. കാരണം ഇതൊക്കെ ഫസ്റ്റ് ടൈം ഇല്ലേ, അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ ഫാസ്റ്റായിട്ടൊക്കെ സംസാരിക്കാൻ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസിലൊക്കെ അത് സെറ്റായിട്ട് വരുമെന്ന് വിചാരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്ക് ടു വർക്കിലേക്ക് പോയി. പിന്നെ അതിനുള്ളിൽ നമ്മളുടെ MD ഇരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ MD അറിയാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇതെന്തായാലും അവർ കാണും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഈവനിങ് ചായ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എല്ലാവരുടെയും ഈ ആഫ്റ്റർ ഈവനിങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉടപ്പാണ് കണ്ടില്ലേ, എല്ലാവരും ഉഴപ്പി. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള മൂഡിലുള്ള. പിന്നെ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ടാസ്ക് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5:45 ഞാൻ എൻ്റെ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പം നാളെ കാണാം, ബൈ.